അപ്പോൾ ഇത് സത്യത്തിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവമാണ് ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ കാണിച്ചത്. ഞങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോഴുള്ള അധിക്ഷേപമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നലെയും ഇന്നും പ്രസംഗിച്ച പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് തന്നെ 4 കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഷീൻ റീഡബിൾ വോട്ടർ ലിസ്റ്റ്. ഈ വർത്തമാന കാല ഡിജിറ്റൽ യുഗത്തിൽ കംപ്ലയിൻറ്റ് വന്നാൽ പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സഹായകരമാകുന്ന മെഷീൻ റീഡബിൾ വോട്ടർ ലിസ്റ്റ് വേണം. അതിന് മറുപടി അയാൾ പറഞ്ഞിട്ടില്ല. 2, CJA സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഒരു നിയമം ഉണ്ടാക്കുന്നതുവരെ CJAയും പ്രതിപക്ഷ നേതാവിനെയും പ്രധാനമന്ത്രിയെയും വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിന്നീട് ഗവൺമെൻറ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ CJA എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിന് വ്യക്തമായ മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷണർ ആരെയാണ് ഭയപ്പെടുന്നത്? നാളിതുവരെ 2023 വരെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണർമാരെല്ലാവരും ഒരു ഭയപ്പാടും കാണിച്ചിട്ടില്ല. അവർക്കെതിരെ ഒരു പരാതിയും വന്നിട്ടില്ല, ക്രിമിനൽ കേസും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാത്രം എന്താണ്, ക്രിമിനൽ കേസിൽ നിന്നും ഇമ്മ്യൂണിറ്റി നൽകി ഇലക്ഷൻ കമ്മീഷണറെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അതിന് മറുപടിയില്ല. അതുപോലെ CCTV ഫുട്ടേജ് 45, അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടായിരുന്നു. അതിനകത്ത് കോടതികളിൽ പോയി കേസ് കൊടുത്താൽ അത് കിട്ടും. നിലവിലുണ്ടായിരുന്ന ഒരു സൗകര്യം വോട്ടർമാർക്ക് പരിശോധിക്കാതെ എന്തിന് വിഡ്രോ ചെയ്തെന്ന ചോദ്യത്തിനാണ് നമുക്ക് മറുപടി വേണ്ടത്. അതില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഇലക്ട്രോൾ റിഫോംസിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനും മറുപടി വരില്ല. അദ്ദേഹം പറഞ്ഞാൽ കേട്ടില്ലേ, വോട്ട് ചോരി ആദ്യം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മൾ സമാധാനം പറയും? എവിടെ ആയാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുത്തുക, വേദനിപ്പിക്കുക. അപ്പോൾ അങ്ങനെയാണ് മഹാത്മാഗാന്ധിയല്ലേ വോട്ട് ചോരി നടത്തിയത്? അത് ആ കാലഘട്ടത്തിൽ പണ്ഡിറ്റ്ജി ആദ്യം തന്നെ പ്രധാനമന്ത്രി ആവുന്നത് അങ്ങനെയാണല്ലോ, ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, തീർത്തും അസത്യമായ കാര്യങ്ങൾ പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. സ്പീക്കറടക്കം പലപ്പോഴും പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇടപെടാൻ കഴിയില്ല, സംസാരിക്കാൻ അനുവദിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അല്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാർലമെൻ്ററി പ്രൊസീജിയർ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അമിത്ഷാ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് വിമർശിച്ചത്. അതായത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം പറഞ്ഞിട്ട് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് പാർലമെൻ്ററി കീഴ്വഴക്കങ്ങനുസരിച്ച് ഒരു വിശദീകരണത്തിന് അവസരം കൊടുക്കേണ്ടതാണ്. അത് എല്ലായ്പ്പോഴും ചെയ്യുന്നതാണ്. അതാണ് ചോദിച്ചത്. അതുപോലും അനുവദിക്കില്ല. അവർ ഏകപക്ഷീയമായിട്ട് പറയുന്നത് മാത്രം കേൾക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ എന്താ? പിന്നെ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഏറ്റവും കൃത്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും ഫെയർ ആകുന്നതിൻ്റെ തെളിവാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടക്കം ഇലക്ഷൻ തോറ്റല്ലോ. പിന്നീട് അവർ അതുപോലെ ജയിച്ചു വന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യത എത്രമാത്രം നന്നായിരുന്നുവെന്ന് പറയുന്നത്. അത് അദ്ദേഹം വേറെ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഇത് സത്യത്തിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവമാണ് ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ കാണിച്ചത്.